എന്താ അത്യാവശ്യമായിട്ട് കാണാന്ന് പറഞ്ഞേ? നിന്റെ വിളി കേട്ടപ്പോ എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നി. കുഴപ്പം തന്നെയാ. ഇത്രയും ദിവസം നമ്മൾ വലിയ കുഴപ്പമില്ലാതെ പോയതേ ആ നവീനേട്ടന്റെ അമ്മ ഒരിക്കലും എന്നെ അവരുടെ മരുമകളായിട്ട് കരുതില്ല എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അത് പൊളിഞ്ഞു. എങ്ങനെ? ആ നവീനേട്ടന്റെ അമ്മയും മുത്തശ്ശനും കൂടെ എന്റെ വീട്ടിലോട്ട് വന്നു. നവീനേട്ടന്റെ അമ്മ മോന്റെ മുന്നിൽ കീഴടങ്ങി. അവർക്കിപ്പോ ഞാൻ മരുമകളായിട്ട് ചെല്ലുന്നതിലേ ഒരു കുഴപ്പമില്ലെന്ന്. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. നവീന്റെ അമ്മ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ സകല ദൈവങ്ങൾക്കും നേർച്ചയും വഴിപാട് നടത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ആ പ്രാർത്ഥന ദൈവങ്ങളെ കേൾക്കില്ലടാ. അവൻ പറയുന്നത് സൗഹൃദങ്ങൾക്കൊക്കെ അവൻ വലിയ വില കൊടുക്കുന്ന ആളാണെന്നാ. അങ്ങനെയെങ്കിൽ അവനറിയാം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് പിന്നെ അവനെന്താ നിന്നെ ഒഴിവാക്കാതിരുന്നേ? അത് നിന്റെ കുഴപ്പം കൊണ്ടാടാ. നവീനേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ നീ പറയണമായിരുന്നു അതിനേക്കാൾ മുന്നേ നീ എന്നെ സ്നേഹിച്ചതാന്ന്. അത് പറയാത്തത് ആരുടെ കുഴപ്പമാടാ? ദേ, എന്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ എന്തോ പിടിച്ചടക്കിയതുപോലെ നടക്കുന്നെ. അവര് ഒട്ടും പ്രതീക്ഷിച്ചല്ലടാ നരസിംഹൻ സാറും സാറിന്റെ മരുമകളും കൂടെ വീട്ടിലോട്ട് കയറി വരുമെന്ന്. ഇനിയിപ്പോ ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്തുന്ന പറയുന്ന ഉടനെ തന്നെ നിശ്ചയവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോ ഇനി നിന്റെ മനസ്സിൽ അങ്ങോട്ടൊരു ചായവുണ്ടോ? എന്നുവെച്ചാ? അല്ല, നവീന്റെ അമ്മയും മുത്തച്ഛനും ഒക്കെ അതുപോലെ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഒരേപോലെ ചിന്തിക്കുമ്പോ നിന്റെ മനസ്സും അങ്ങോട്ട് ചാഞ്ഞൂന്നാ ഞാൻ ചോദിച്ചത്. ആ, ഞാൻ അങ്ങോട്ട് ശരിക്കും ചാഞ്ഞു പോയിരിക്ക. ഏത് നിമിഷം ഒടിഞ്ഞു വീഴും. എന്തൊരു അടിയടി ഇത്! അടിക്കല്ല, നിന്നെ കൊല്ല വേണ്ടേ? എടാ, നിന്നെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിലോ സ്നേഹിച്ചില്ലായിരുന്നെങ്കിലോ ഈ ബന്ധം പെട്ടെന്നൊന്നും വേണ്ടെന്ന് ഞാൻ പറയില്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് മനസ്സിനകത്ത് കയറ്റിയത് നിന്നെയാ. അതിനി എടുത്തു മാറ്റാനും പറ്റില്ല. ആ, ഇത് കേൾക്കുന്നതേ നിനക്കൊരു സുഖാന്ന് എനിക്ക് അറിയാം. അതിനു വേണ്ടിട്ടാ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതും. എടീ, നീ എന്നോട് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയും കണ്ടില്ലാന്ന് നടിച്ചിട്ട് നവീനെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് പറ്റുമോ? അവനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? എന്തായാലും ആരെയെങ്കിലും ഒക്കെ വേദനിപ്പിക്കാതെ നമുക്ക് ഒന്നിക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. നവീനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാ അവന് മനസ്സിലാവും. പക്ഷേ ഇതവന്റെ ലൈഫിന്റെ കാര്യമായിപ്പോയി. എനിക്കറിയാം അവനെ. അവന്റെ ജീവിതത്തിലും ഇതുവരെ അവനൊരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ടില്ല. ആദ്യമായിട്ട് അവൻ ഇഷ്ടപ്പെടുന്നത് നിന്നെയാ. അത് വലിയ പ്രശ്നമാണ്. കോടതിയിൽ നിന്നെ ജയിപ്പിച്ച ശേഷം നവീനേട്ടൻ പുറത്തിറങ്ങിയപ്പോ സത്യം പറഞ്ഞ എനിക്ക് ആ മനുഷ്യനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടുക ചെയ്തേ. നിന്നോട് ആ സമയത്തെ നല്ല ദേഷ്യവും തോന്നി. എനിക്കെന്തായാലും നവീനേട്ടന്റെ മുന്നിൽ പോയിട്ട് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നിന്നെ ഇഷ്ടമാണെന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നീ തന്നെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തോണം. കൂടെ നിർത്താൻ പറ്റുന്ന ഒരു സുഹൃത്താണ്. അവനെ വേദനിപ്പിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. പിന്നെ എനിക്കൊരു സംശയം. കോടതിയിൽ അവന്റെ പെർഫോമൻസ് എന്നേക്കാൾ കൂടുതൽ നീ നേരിട്ട് കണ്ടതാ. അത്രയും ബ്രില്യൻ്റായ ഒരുത്തന് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഊഹിച്ചെടുത്തൂടെ? നമ്മള് രണ്ടാളും വിഘ്നേഷിനെ രാകേഷിനും കൂട്ടി പൊന്മുടിക്ക് പോയതും അന്നവൻ കൂടില്ലായിരുന്നു. പക്ഷേ ആ സംഭവമൊക്കെ അവന്റെ ഉള്ളിലൊരു കരടായിട്ട് കിടക്കേണ്ടതല്ലേ? സമൂഹത്തിൽ ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ബുദ്ധി രാക്ഷസന്മാർക്കെല്ലാം തെറ്റുകൾ പറ്റുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാ. ഒരു പെൺകുട്ടിയെ അവര് സ്നേഹിച്ചു കഴിഞ്ഞാൽ ചില നേരങ്ങളിൽ അവര് കഴുതകളായി പോവും. സ്നേഹിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കാനേ ഒരാണിനും കഴിയില്ല. അത് ശരിയാ. ചിലർക്കൊക്കെ അവരുടെ സാഹചര്യം കൊണ്ട് സ്ഥിരത നഷ്ടപ്പെടും. പക്ഷേ പ്രേമം തലയ്ക്ക് പിടിക്കുന്നവർക്ക് അത് നഷ്ടപ്പെട്ട ശരിക്കും സമനില തെറ്റാനുള്ള സാധ്യതയുണ്ട്. നിന്നെ അനാമികയിൽ നിന്ന് വേർപിരിക്കുക മാത്രമല്ല നവീനേട്ടൻ ചെയ്തത്. നിന്റെ കുടുംബത്തെ മുഴുവൻ അദ്ദേഹം രക്ഷിച്ചതാ. അങ്ങനെ ഒരാളോട് നമ്മളിപ്പോ കാണിക്കുന്നത് നന്ദികേടാ. എനിക്കറിയാടി, അതിനവൻ ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കാൻ ഞാൻ തയ്യാറാ, നിന്നെ ഒഴിച്ച്. നിന്നെ വിട്ടുകൊടുത്ത് എനിക്കൊരിക്കലും നന്ദി കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടുകാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, നവീന് നീയുമായിട്ടുള്ള വിവാഹം നടക്കുകയാണെങ്കിൽ
പിന്നെ എനിക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടി ആലോചിക്കരുതെന്ന്. നീ കൈവിട്ട് പോയാലും ശരി, നിന്നെക്കുറിച്ചുള്ള നല്ല ഓർമ്മകള് എന്റെ മനസ്സിലുണ്ട്. നമ്മള് പൊന്മുടി പോയത് ഉൾപ്പെടെ അതൊക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ. എന്റെ തീരുമാനം അങ്ങനെയൊക്കെ തന്നെയാ. നിന്നെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീയുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ അതേപടി എന്റെ മനസ്സിലും ഉണ്ടാവും. അത് മതി എനിക്കും ഇനി അങ്ങോട്ട് ജീവിക്കാൻ. നീ വാ, വന്ന് കാർ കയറ്. എന്തിനാ? എന്നെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാനാണോ? ദേ ഇനി ഞാനില്ല കേട്ടോ. നീ ഒന്ന് വാ. ആ, നമുക്കേ കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്യാം. ഒരു ഹാഫ് ആൻ അവർ. ആ, ഹാഫ് ആൻ അവറേ 5 മണിക്കൂർ ആവരുത്. ഏയ് നീ എവിടെ പോയിട്ട് വരുവാ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഈ അടുത്ത സമയത്ത് വരെ. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ വരാം. അതേപ്പറ്റി ആരോടും പറയാറില്ലല്ലോ ഇവിടെ. ഇന്ന് പറയാൻ കാരണമുണ്ട്. ചേച്ചി നവീനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. എന്തിനാ കണ്ടത്? കണ്ട കാര്യം നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ കണ്ടേന്ന് പറഞ്ഞു കാണുമല്ലോ. നീ എന്തിനാ നന്ദു അനിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അവനോട് പറഞ്ഞത്? ഇവൾ ആരോട് അങ്ങനെ പറഞ്ഞത്? നവീനോട്. അതുകൊള്ളാം. എന്തിനാടി അവനും അവളും തമ്മിലുള്ള കല്യാണം മുടക്കുന്നത്? അവൾ ഇങ്ങോട്ട് വരുന്നതാണോ നിനക്കിഷ്ടം? അവൾ എങ്ങോട്ടും വരുന്നത് എനിക്കിഷ്ടമല്ല. അവൾക്കൊരു നല്ല ബന്ധം കിട്ടാൻ പാടില്ല. അതുപോലെയാ അവൾ എന്നെ അഭിയൊക്കെ ദ്രോഹിച്ചത്. ആ, എന്നാ പിന്നെ ഓക്കെ. അതെന്താ നീ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്? നവീനെ അങ്ങോട്ട് പോയ നന്ദുമോളെ ആലോചിച്ചത്. പിന്നെ അവര് തമ്മിൽ ഒന്നിച്ച നിനക്കെന്താ പ്രോബ്ലം? ഒന്നിക്കുന്നില്ലെങ്കിൽ വേണ്ടമ്മേ. നവീൻ നന്ദുവിനെ വിട്ടുകളഞ്ഞാ ഉറപ്പായിട്ടും നന്ദുവിന് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ വരും. എങ്കിലേ ജാനകി ഇവിടെ വിപ്ലവം ഉണ്ടാക്കും. ഇവളുടെ മനസ്സിലിരിപ്പേ ഇപ്പൊ ഏട്ടത്തിക്ക് മനസ്സിലായല്ലോ. ഇവളുടെ അച്ഛനും അമ്മയും ഇവളും കൂടെയുള്ള ഗൂഢാലോചനയാ ഇതൊക്കെ. എങ്ങനെയെങ്കിലും അനിയത്തിയെ ഇവിടെ കൊണ്ടുവരണം. അതിനെ ഞാനും എതിരൊന്നുമല്ല. അനി എല്ലാവരുടെ മുന്നിൽ നിന്നാ പറഞ്ഞത് അവന് നന്ദുവിനെ വേണമെന്ന്. അങ്ങനെയുള്ളപ്പോ അവള് തന്നെയല്ലേ ഈ വീടിന്റെ മരുമകളായിട്ട് വരേണ്ടത്. ഇവളും ഇവളുടെ ചേച്ചിയും ഈ വീട്ടിലേക്ക് വന്നപ്പോ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഏട്ടത്തിക്ക് അറിയാലോ. അത് വീണ്ടും തുടങ്ങാൻ വേണ്ടിയാണോ ഇങ്ങനൊരു ബന്ധം ചെയ്തു വെക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ഒരു വീട്ടിൽ നിന്ന് 3 ബന്ധം എടുത്തെന്ന് ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല. ഇപ്പോഴങ്ങനെ എടുക്കുവാണെങ്കിൽ ആ കുറവ് നികത്താലോ. അവൾ ഇങ്ങോട്ടും വരാൻ പോകുന്നില്ല, നവീന്റെ വീട്ടിലേക്കും പോവാൻ പോകുന്നില്ല. ചേച്ചി പറയുമ്പോഴേക്കും നവീൻ എല്ലാം അങ്ങ് വിശ്വസിക്കാൻ പോവാണോ? അവൻ വിശ്വസിച്ചില്ലെങ്കിലേ അവന്റെ അമ്മ വിശ്വസിച്ചോളൂ. ഇപ്പൊ ഞാനൊരു ആദ്യ ചുവടെന്ന നിലയിൽ നവീനെ കണ്ടു. ഇനി അവന്റെ അമ്മയായിരിക്കും കാണാൻ പോകുന്നേ. കാണട്ടെ മോളെ, അങ്ങനെ ആ ബന്ധം മുടങ്ങട്ടെ. അപ്പൊ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പോയി കനകയും ഗോവിന്ദനെയും കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. അതിനുവേണ്ടി അവരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ കാത്തിരിക്കുന്ന കൂട്ടരല്ല എന്റെ അച്ഛനും അമ്മയൊക്കെ. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ളതാ. പിന്നെ എന്റെ അച്ഛനും അമ്മയെ അനുകൂലിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കൂടെ നിൽക്കും. കാരണം നന്ദുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. അവനെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നീ ഇങ്ങനെ ചെയ്തതേ എന്റെ മോളോട് ചെയ്ത ദ്രോഹമാണ്. നന്ദു നവീനും തമ്മിലുള്ള കല്യാണം നടന്നില്ലെങ്കിലേ എന്റെ മോൾക്ക് ചിലപ്പോ അനിയെ കിട്ടിയില്ലാന്ന് വരും. അക്കാര്യത്തില് അനിയുടെ മനസ്സിലെന്താണെന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അവനാണെങ്കിൽ അവന്തിയെ പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളപ്പോ ഇനി ഞങ്ങൾക്കാർക്കും അവന്തിക്ക് വേണ്ടി വാദിക്കാൻ കഴിയില്ല. അതേസമയം അനി ഒരിക്കലും നന്ദുവിന്റെ കാര്യത്തില് അങ്ങനെ പറഞ്ഞിട്ടുമില്ല.
സാഹി കേട്ട അവനെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതിനി നമ്മളൊക്കെ കണക്കിലെടുത്തേ പറ്റൂ. ഇവിടെ എല്ലാവരും ഒന്നാ, ഞങ്ങൾ മാത്രം കുറെ വെഡ്ഡികളുണ്ട്. എല്ലാം കണ്ടും കേട്ടും നിൽക്കാൻ വിധിക്കപ്പെട്ട പാവകൾ. ശരിക്കും നിനക്ക് അവന്തിക അനിയും തമ്മിൽ ഒന്നിക്കുന്നതിൽ താല്പര്യമുണ്ടോ? ഉണ്ട്. എന്നാലും നന്ദുവിന് അനിയെ കിട്ടരുത്, എനിക്ക് അത്രേ ഉള്ളൂ. ഇവളുടെ മനസ്സിലെന്താണെന്ന് ആദർശ നയനം കണ്ടെത്തിക്കോളും. അവർക്ക് എന്തെങ്കിലും ഒരു കരട് കിട്ടിയാൽ മതി, പിന്നെ അതിന്റെ അവസാനം കണ്ട് രണ്ടുപേരും അടങ്ങും. എന്താണ് ഒരു സന്തോഷം? നിന്റെ അച്ഛൻ വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് അവൻ ഒരു മരുമോളെ കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പു കൊടുത്തിരുന്നു. അത് പാലിക്കാൻ പറ്റുമെന്ന സംശയത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോഴെന്തായാലും അതിനൊരു തീരുമാനമായി. തീരുമാനമായോ? ആ, ഞാനും നിന്റെ അമ്മയും കൂടെ പോയി ഒരു പെണ്ണ് കണ്ടിട്ടാ വന്നിരിക്കുന്നത്. നല്ല ബന്ധമാ. നീ ഒരിക്കലും ആ പെൺകുച്ചിനെ വേണ്ടെന്ന് പറയില്ല. എന്റെ മനസ്സിലുള്ള പെണ്ണിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അവളെ ഇഷ്ടമല്ലാന്ന് അമ്മയും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി ഏത് പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്? അമ്മേ, അമ്മയ്ക്ക് ഈ കാര്യത്തിൽ വാശിയുള്ളത് പോലെ തന്നെ എനിക്കും. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പെണ്ണിനെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. അതെന്താ കഴിക്കാത്തെ? ഈ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത പെൺകുട്ടികളെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരരുതെന്നാണ് ആഗ്രഹം. പക്ഷേ ഞങ്ങൾ പോയി കണ്ട പെൺകുട്ടിയെ നിനക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് ഞാൻ രണ്ടാളോടും പറഞ്ഞല്ലോ. ഇനിയിപ്പോ വേറൊരു പെണ്ണിനെ പോയി പെണ്ണ് കാണാൻ എനിക്ക് പറ്റില്ല. അതിന് നീ പെണ്ണ് കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടു, ഏതാണ്ട് നിശ്ചയമൊക്കെ ഉറപ്പിക്കുകയും ചെയ്തു. ആരോട് ചോദിച്ചിട്ട് അമ്മയും മുത്തച്ഛനൊക്കെ നിശ്ചയം ഉറപ്പിച്ചത്? എടാ, നിന്റെ അച്ഛനെ വിളിച്ചപ്പോ പെൺകുട്ടിയെ പറ്റി പറഞ്ഞു. നിന്റെ അമ്മയ്ക്ക് അവളെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നിന്റെ അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം വന്നിട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ മോൻ്റെ കല്യാണം നടക്കണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ബന്ധം ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നോട് ചോദിക്കാതെ ആ ബന്ധം എന്തിനാ അമ്മയും മുത്തച്ഛനും കൂടി ഫിക്സ് ചെയ്ത്? നിന്നോട് ആലോചിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. കാരണം ഞങ്ങളെക്കാളും മുന്നേ നീ ആ ബന്ധം തീരുമാനിച്ചുറപ്പിച്ചതാ. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് എടുത്തടിച്ച പോലെ പറയാൻ പാടില്ല. അതുകൊണ്ടാ ചെറിയൊരു ടെൻഷൻ എനിക്ക് തന്നത്. ഞങ്ങൾ പോയി കണ്ട പെൺകുട്ടി വേറെ ആരും അല്ലടാ, നീ വേണമെന്ന് പറയുന്ന ആള് തന്നെയാ. ഗോവിന്ദന്റെയും കനകയുടെയും മകളെ തന്നെയാ ഞങ്ങൾ കണ്ടത്. എന്താ നിനക്ക് വിശ്വാസമായില്ലേ? കനകയെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടായിരുന്നു ഇതിനു മുൻപ് വരെ. അതുപോലെ തന്നെയായിരുന്നു അവളുടെ ഇളയ മോളെ. പക്ഷേ ആ ദേഷ്യമൊക്കെ നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ നിന്റെ അച്ഛനും ഒരുപാട് നിർബന്ധിച്ചു. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ നിനക്ക് കല്യാണം കഴിച്ചു തരണമെന്നും പറഞ്ഞു. എടാ മോനെ, മൂർത്തിയുമായിട്ടൊരു ബന്ധം കൂടാൻ വേണ്ടിയിട്ടാ ആ വീട്ടിലെ പെൺകുട്ടിയെ നമ്മൾ ആലോചിച്ചത്. അത് പക്ഷെ നടന്നില്ല. പക്ഷേ നിനക്കിഷ്ടപ്പെട്ട നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ കുറച്ചുകൂടി അടുപ്പമുണ്ടാവും. കാരണം നന്ദുവിന്റെ രണ്ട് ചേച്ചിമാരാണ് അനന്തപുരിയിലെ മരുമക്കൾ. അത് അകന്ന ബന്ധമൊന്നുമല്ല, വളരെ അടുത്ത ബന്ധ. അത് പിന്നെ സംഗതിയൊക്കെ ശരിയാണ്. ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം അമ്മയുടെ ദേഷ്യമൊന്നും അവളോട് കാണിക്കരുത്. അമ്മായിയമ്മ പോര് കാണണമെന്ന് എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടാ, നിന്റെ അമ്മ ആരുടെയോ ഭാഗ്യത്തിനാണ് ഈ ബന്ധത്തിന് സമ്മതിച്ചത്. അങ്ങനെ ഇവളുടെ മനസ്സ് മാറിയ സമയത്ത് പെട്ടെന്ന് കല്യാണം നടത്തുന്നതിന് പകരം എന്തിനാടാ നീ അതിന് മുടക്കം പറയുന്നത്? അല്ല, ചിന്തിക്കുമ്പോ നമ്മൾ എല്ലാ വശവും ചിന്തിക്കണമല്ലോ. ഞങ്ങൾ അവിടെ ചെന്ന് ഇക്കാര്യം പറഞ്ഞപ്പോ ഒരുതരം ബമ്പർ ലോട്ടറി അടിച്ച പോലെയായിരുന്നു നന്ദുന്റെ അച്ഛന്റെ അമ്മയുടെ മുഖം. അല്ല,
അല്ലേ അച്ഛാ? അതെ. അപ്പോഴേ കല്യാണ ചെറുക്കനാവാൻ തയ്യാറായിക്കോ. നിശ്ചയം 1-2 ആഴ്ചക്കുള്ളിൽ നടത്തണം. അതൊന്നും വേണ്ട. ഈ നിശ്ചയമൊക്കെ ഒരു 6-7 മാസം കഴിഞ്ഞ് നടത്തിയാൽ മതി. അതുപോലെ ഈ കല്യാണം അടുത്ത ചിങ്ങത്തിൽ നടത്തിയാൽ മതി. അച്ഛാ, ദേ അമ്മ പറഞ്ഞു കേട്ടോ. ദേ, ഇനി ഈ രീതിയിൽ സംസാരിച്ചാലേ നല്ല തല്ല് കിട്ടൂട്ടോ. ഈ തിരുവോണത്തിന് എനിക്കൊരു മരുമോൾ ഉണ്ടെങ്കിൽ അടുത്ത തിരുവോണത്തിന് ആ മരുമോളുടെ കയ്യിൽ ഒരു കുഞ്ഞും വേണം. എനിക്കൊരു പേരക്കുട്ടിയെ ലാളിക്കണമെന്നാ പറഞ്ഞത്. നീ എന്താ ഒന്നും പറയാതെ പോണേ? ഞാൻ എന്ത് പറയാനാ? അച്ഛാ, അവന്റെ മുഖത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സന്തോഷമില്ലല്ലോ. അതൊക്കെ അവന്റെ അഭിനയമായിരിക്കും. ഇപ്പൊ മുറിയെ ചെന്നിട്ട് അവന്റെ പ്രതിരൂപത്തെ നോക്കി ചിരിക്കുന്നുണ്ടാവും, ആഹ്ലാദ പ്രകടനവും നടത്തുന്നുണ്ടാവും. അവന്റെ കാര്യം വിട്ടേക്ക്. നീ ഇനി ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് നിന്റെ തീരുമാനം മാറ്റായിരുന്നാ മതി. മുത്തശ്ശ, എന്തിനാ മുത്തശ്ശ വിളിച്ചത്? അത് ഗോവിന്ദൻ എന്നെ വിളിച്ചിരുന്നു. നവീന്റെ അമ്മയും നരസിംഹനും കൂടി പോയി പെണ്ണ് ചോദിച്ചു. അവര് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഞാനും നിന്റെ മുത്തശ്ശിയും കൂടി മുന്നിൽ നിന്ന് നന്ദുവിന്റെ നിശ്ചയവും കല്യാണവും ഒക്കെ നടത്തി കൊടുക്കണമെന്നാ പറയുന്നത്. നന്ദുവിന്റെ ഇഷ്ടം അറിയാതെയാ എല്ലാരും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. മോനെ, സ്വന്തം മക്കളെ പറ്റി അവരുടെ അച്ഛനമ്മമാർക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതിനാ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ പെൺകുട്ടികളുടെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ലേ? അതും ഇന്നത്തെ കാലത്ത്. എടാ മോനെ, നിന്റെ മനസ്സ് നീ വ്യക്തമാക്കി കഴിഞ്ഞു. എന്റെ കൊച്ചുമക്കള് ഒരു തരത്തിലും വിഷമിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിന്നെപ്പോലെ തന്നെയാ എനിക്ക് നവീനും. അവനിപ്പോ ഒരു തവണയല്ല 2 തവണയാണ് ഈ കുടുംബത്തിനുണ്ടാവേണ്ട നാണക്കേട് ഒഴിവാക്കി തന്നത്. നിന്റെ ഡിവോഴ്സ് കേസിൽ നവീൻ സ്വാർത്ഥത കാണിക്കുന്ന ഞങ്ങളോടൊക്കെ നീ പലതവണ പറഞ്ഞതാ. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവൻ നിസ്സാരമായിട്ട് ആ കേസ് നമുക്ക് അനുകൂലമാക്കി തന്നില്ലേ? നഷ്ടപരിഹാരം പോലും കൊടുക്കേണ്ടി വന്നില്ല. അവൻ വക്കീൽ ഫീസും വാങ്ങിയില്ല. അങ്ങനെ ഒരു പയ്യനെ എങ്ങനെയാ മോനെ നമ്മൾ വേദനിപ്പിക്കുന്നേ? അത് തന്നെയാ ഞങ്ങളിപ്പോ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കനകയും ഗോവിന്ദനെയും വേണമെങ്കിൽ പറഞ്ഞു നിർത്താം. പക്ഷേ നരസിംഹൻ എന്നെ വിളിച്ചിരുന്നു. കാരണവരായിട്ട് ഇനി നടക്കാൻ പോകുന്ന ചടങ്ങുകളിലേക്ക് മുന്നിൽ തന്നെ ഉണ്ടാവണമെന്നും പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നന്ദുവിനെ നിനക്ക് വിധിച്ചിട്ടില്ല എന്നാ മോനെ. അതുകൊണ്ടാ ഇതുപോലെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നേ. പിന്നെ ഇനി എന്താന്ന് വെച്ചാൽ നടക്കട്ടെ മുത്തശ്ശി. പക്ഷെ നന്ദുവിന് പകരം മറ്റൊരു പെൺകുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ എന്നോട് ദയവ് ചെയ്ത് പറയരുത്. അതെന്നെ കൊണ്ട് പറ്റില്ല. നീ ഞങ്ങളെ വല്ലാത്ത വിഷമസന്ധിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഞാൻ അതിനേക്കാൾ വിഷമിക്കുന്നുണ്ട് മുത്തശ്ശ. നവീൻ കുടുംബ കോടതിയില് എന്നോട് കാണിച്ച ആത്മാർത്ഥത എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല. ആ ദിവസം കോടതിയില് നന്ദു ഉണ്ടായിരുന്നു. നന്ദുന് അവൻ വാക്കു കൊടുത്തതാ, ഞാനും അനാമികയും തമ്മിലുള്ള ബന്ധം വേർപെടുത്തുന്നു. അവക്ക് കൊടുത്ത വാക്കാ അവൻ പാലിച്ചത്. എന്നൊന്നും നീ പറയരുത്. നിനക്കും അവൻ വാക്ക് എന്നതാ. അത് മാത്രമല്ല, ഞാൻ നരസിംഹനെ വിളിച്ചായിരുന്നല്ലോ. അയാളും പറഞ്ഞതാ നവീൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്ന്. പറഞ്ഞ വാക്ക് അവരൊക്കെ പാലിക്കുമ്പോൾ നമ്മൾ എന്താ മോനെ ചെയ്യേണ്ടത്? നീ ആഗ്രഹിച്ച പെൺകുട്ടിയെ തന്നെ നിനക്ക് കിട്ടണമെന്ന് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇവിടെ നിന്റെ അമ്മ, നന്ദുവിന്റെ അച്ഛനും അമ്മയും എല്ലാവരും നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിനെതിരാ. അതിന്റെ കൂടെയാണ് നവീൻ നന്ദുവിനെ പ്രപ്പോസ് ചെയ്തത്. ഇവിടെ ഞങ്ങൾ പിന്നെ എന്ത് തീരുമാനം എടുക്കേണ്ടത്? ഇനിയെല്ലാം വരുന്ന പോലെ വരട്ടെ. ആ വരൂ, ഇരിക്കൂ.
നിങ്ങളുടെ സംശയം ശരിയായിരുന്നു കേട്ടോ. നമിതയുടെ ഫോണിലേക്ക് ഒരുപാട് തവണ നവിയെ വിളിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ ചില മെസ്സേജസ് ഞാൻ ചോർത്തെടുത്തിട്ടുണ്ട്. ദാ നോക്ക്. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന ആ അജ്ഞാത മെസ്സേജിന് പിന്നിൽ നമിതയായിരുന്നു. നവ്യയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഓ, അപ്പൊ ഞങ്ങളുടെ സംശയം ശരിയായിരുന്നു അല്ലേ? അതെ, വളരെ ബുദ്ധിപരമായി നവ്യ ഇവിടെ ആദർശ് സാറിന്റെ അനിയനെ സ്നേഹിച്ചും നിങ്ങളെയൊക്കെ വെറുത്തും അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദർശേട്ടന് അന്ന് അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചത് ഞാൻ തന്നെയാണ്. അനന്തപുരി തറവാടിന്റെ വാതിൽ ഇനി ഒരിക്കലും തുറക്കാത്ത രീതിയിൽ അവനെ പൂട്ടണം. അവനും അവന്റെ അച്ഛനും അവരുടെ ജ്വല്ലറിയൊക്കെ തകർന്ന് തരിപ്പണമാവണം. അതിനുവേണ്ടി ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കാനും ഞാൻ ഒരുക്കാം.